ദൈവത്തിന് സ്തുതി. ഏറ്റവും ആദരണീയനായ അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട ഗീവർഗീസ് അച്ഛൻ, വന്യ ഓർബിസ്കോപ്പ് അച്ഛന്മാരെ, വൈദികരെ, ശമാശന്മാരെ, സ്നേഹമുള്ള സഹോദര സഹോദരികൾ, സമ്മിശ്രമായ വികാരത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നാം ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കല്ലൂപ്പറമ്പിൽ അച്ഛൻ്റെ നവതി ആഘോഷങ്ങൾ ഇവിടെ വളരെ സന്തോഷമായി നടക്കുന്ന ഈ അവസരത്തിൽ ബലഹീനനായ എനിക്ക് ഒരല്പസമയം അനുവദിച്ചു തന്നതിലുള്ളതായ നന്ദി ഇതിൻ്റെ ഭാരവാഹികളെ അറിയിക്കുകയാണ്. പ്രത്യേക അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യം എന്നെ സന്തോഷഭരിതനാക്കുന്നു. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന യാക്കോബായ സഭയിലെ വന്യ തിരുമേനിയാണ്. ദീർഘകാലങ്ങളായിട്ടുള്ളതായ ഞങ്ങളുടെ പരിചയം. ബഹുമാനപ്പെട്ട മുലയിൽ അച്ഛനെ പോലെ ഞങ്ങൾ വളരെ സുപരിചിതങ്ങളായിരിക്കുന്ന വൈദികരുടെ മുഖവും കൂടി കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഗീവർഗീസ് അച്ഛനെ സംബന്ധിച്ച്, കല്ലുപ്പറമ്പിൽ അച്ഛനെ സംബന്ധിച്ച് എനിക്ക് പള്ളത്തുള്ളതായ പരിചയമല്ലെങ്കിലും ഒരു ഏകലിംഗിൻ്റെ ഭാവത്തിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പഠിച്ചത് കോലഞ്ചേരി സെൻറ് പീറ്റേഴ്സ് കോളേജിലാണ്. ഞാൻ കോളേജിൽ ആദ്യമായിട്ട് ചെല്ലുന്ന അവസരത്തിൽ പ്രിൻസിപ്പൽസ് റൂമിൽ ഒരു ഷമ്മാശൻ്റെ ഫോട്ടോ കണ്ടു. സുമുഖനും സുന്ദരനുമായിരിക്കുന്ന ഒരു ഷമ്മാശനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അടുത്ത ആലോചിച്ചു, ഇത് ഏതായി ഈ ഷമ്മാശൻ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്നൊരു പിയൂൺ ഉണ്ടായിരുന്നു, ചാക്കോച്ചൻ പറഞ്ഞു, അത് ഇവിടുത്തെ പ്രിൻസിപ്പളായിട്ട് പോയ ഗീവർഗീസ് അച്ഛനാണ്. ആദ്യമായിട്ട് ആ മുഖം എൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞത് അന്നാണ്. ഞാൻ പഠിച്ച കോളേജിലെ കലാലയത്തിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന സുദീർഘമായ സേവനം അനുഷ്ഠിച്ച് മലങ്കര സഭയ്ക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് തനതായിരിക്കുന്ന വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറ്റവും ആദരണീയനായ അച്ഛൻ്റെ വീട് ഉൾക്കൊള്ളുന്നതായി പള്ളം പ്രദേശത്തുള്ള ഒരു പള്ളിയിൽ സേവനം ചെയ്യുവാനുള്ള ഭാഗ്യം കിട്ടിയതും ഒരു വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്ന, ഹൃദയത്തിൽ പൂജിക്കുന്ന, അതുകൊണ്ടാണ് പറഞ്ഞത് ഏകരവിനെ പോലെ മാറി നിന്ന് മനസ്സിൽ അച്ഛനെ സ്മരിക്കുന്ന ഒരു എളിയ ശിഷ്യനാണ് ബലഹീനനായ ഞാൻ. ഇവിടെ പ്രസംഗിച്ചതായ പ്രശ്നങ്ങൾ കേട്ടു. വാഗ്ധോരണകളിൽ കൂടി അനേക കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമല്ല. എങ്കിലും അച്ഛൻ്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. ഇന്നുള്ള തലമുറയിലുള്ള വൈദികർക്ക് പ്രിയപ്പെട്ട അച്ഛൻ്റെ ആ സവിശേഷതകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പലപ്പോഴും ചിന്തിക്കുകയാണ്. ഇവിടെ മുൻ പ്രസംഗിച്ചതായ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, എല്ലാവരെയും സമചിത്തതയോടെ കാണുന്ന നല്ല രണ്ട് കണ്ണുകൾ അദ്ദേഹത്തിനുണ്ട്. ഓർത്തഡോക്സ് സഭയെന്നോ യാക്കോബായ സഭയെന്നുള്ള വ്യത്യാസം കൂടാതെ മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ളതായ രണ്ട് കണ്ണുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കാണുമ്പോൾ ഹായ് എന്ന് പറയുവാനുള്ളതായ ഒരു ഭാവം അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിന് ആവശ്യമാണ്. എന്തിനാണ് പരസ്പരം വിദ്വേഷമായിട്ട് മാറി നിൽക്കുന്നത്? വിശ്വാസപരമായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുകയാണ്. മൂലയിൽ അച്ഛനെ കാണുമ്പോൾ എനിക്ക് വലിയ സ്നേഹമാണ്, എനിക്ക് വലിയ കൂട്ടുകാരൻ. ഞങ്ങൾ സഭാകാര്യങ്ങൾ പറയാറില്ല, ഞങ്ങൾ സ്നേഹമായിട്ട് വർത്തമാനം പറയും. മതി, അത്രയും മതി, ഒരു ഹായ് പറയും. അഭിമന്യനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുവാൻ, അക്കായി ഒന്ന് പൊട്ടുവാൻ മതി. കൂടുതൽ തിയോളജിയും സത്യവിശ്വാസം ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല. മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ളതായ നല്ല രണ്ട് കണ്ണുകൾ പ്രിയപ്പെട്ട അച്ഛനെ ദൈവം കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ വ്യക്തിമുദ്ര എന്ന് പറയുന്നതും അത് തന്നെയാണ്. എനിക്കറിയാം, ഈ നാട്ടിലെ ഈ സമൂഹം എന്തുമാത്രം ആളുകൾ അച്ഛനെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. ഇന്നെൻ്റെ പള്ളിയിൽ ആൾ കുറവായിരുന്നു. എനിക്ക് തോന്നുന്ന എല്ലാവരും ഇങ്ങോട്ട് പോകുന്നതാണ് തോന്നുന്നത്. പല മുഖങ്ങളും അവിടെ കാണുന്നുണ്ട് ഞാൻ. കാരണം അച്ഛൻ എന്ന് പറയുന്നത് യാക്കോബായ സഭയുടെ മാത്രമുള്ളൊരു സ്വത്തല്ല. അച്ഛൻ മലങ്കര സഭയുടെ സ്വത്തല്ല. ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച അതിശ്രേഷ്ഠനായ ഗുരുശ്രേഷ്ഠനാണ്
അദ്ദേഹത്തിന് ജാതിയും മതമൊന്നുമില്ല. അതിന് അതീതമായിട്ട് ജീവിക്കുന്ന മൂല്യമുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ് വലിയച്ഛൻ. ഈ നവതി പൂർത്തിയാക്കുമ്പോൾ ലോകത്തോട് കൊടുക്കുവാനുള്ള സന്ദേശവും അദ്ദേഹത്തിന് ഇതാണ്. കർത്താവ് പറഞ്ഞതായ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതായ ആ ദിവ്യമായ കൽപ്പന ആചരിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് പഠിച്ചത് അതാണെങ്കിൽ നാം അത് പ്രവർത്തിക്കണം. വൈദികർക്കുള്ള ചില നല്ല ക്വാളിറ്റി പ്രിയപ്പെട്ട അച്ഛനുണ്ട്. അതിൽ ഒന്ന്, പഴയ കാലത്ത് പട്ടം കൊടുക്കുന്നത് തറവാടുകളിൽ നിന്നായിരുന്നു. ഇടവകയിലേക്ക് ഒരാളെ ശുപാർശ ചെയ്യണമെങ്കിൽ നല്ല കുടുംബങ്ങളിൽ നിന്നുള്ളവരെയാണ് ശുപാർശ ചെയ്യുന്നത്. ആരുടെയും വഴിയിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനോ ആരുടെയും വീടുകളിൽ പോയി ശമ്പളം ചോദിക്കാനുള്ള ആളല്ല. നല്ല കുടുംബ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് പൗരോഹിത്യ നൽകനം കൊടുത്തിരുന്നു. പ്രിയപ്പെട്ട അച്ഛനും അതുപോലെ ഒരു നല്ല ഭവനത്തിൽ നിന്നാണ് കടന്നു വന്നത്, പേരുള്ള ഒരു തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന്. 2, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ്. വൈദികരുടെ ശവസംസ്കാരത്തിൽ ഒരു പാട്ടുണ്ട്, 7ാം ശുശ്രൂഷയിൽ. അതിനകത്ത് ആ പാട്ട് കൊടുത്തിരിക്കുന്നതാണ്: നൈർമല്യം, താഴ്മ, വിശുദ്ധി, മികവേറിയതും പരിശുദ്ധനും പരിശീലനം, ഇതാണ് പൗരോഹിത്യത്തിന് ആവശ്യമെന്ന് ആ പാട്ടിൽ പറയുന്നു. ഈ കാര്യങ്ങൾ 4 അച്ഛനുണ്ട്. നൈർമല്യം, നിർമ്മലനായിരിക്കുന്ന പുരോഹിതൻ. 2, താഴ്മ, അത്ര വിനയമാണ്. അച്ഛൻ എന്തുമാത്രം വിദ്യാഭ്യാസപരമായി മേലിലേക്ക് ഉയർന്നു പോകുമ്പോഴും ഒരു വലിയ വടവൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞവരെ എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകുന്നുവോ അത്രമാത്രം അതിൻ്റെ വേരുകൾ താഴേക്ക് ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട അച്ഛൻ്റെ ഇടപെടലുകൾ കാണുമ്പോൾ, സംസാരം കാണുമ്പോൾ നമ്മൾ തന്നെ ചൂളിപ്പോവുകയാണ്. താഴ്മ, വിശുദ്ധി, അതുബഹായിലേക്ക് കയറുന്നതായ പാദങ്ങൾ അവിടെ പരദീസായ വാതിലുകൾ കിടക്കുവാൻ തക്കവണ്ണം പവിത്രമായി തീരണമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. നൈർമല്യം, താഴ്മ, വിശുദ്ധി, മികവേറിയതും പരിശീലനം. നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം അച്ഛൻ. നാട്ടിലെ വിദ്യാഭ്യാസ വിചക്ഷണനായിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ നാടുകളിൽ നല്ല പുരോഹിതന്മാർ നടന്നു പോകുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. അവിടെ അതിർത്തി പ്രശ്നം വന്നാൽ അച്ഛനൊരു കാര്യം പറഞ്ഞതിന് പിന്നെ 2 വാക്കില്ല. എടാ, ഇത് നിന്റെ അതിരാണ്, അത് അതിരാണ്. അച്ഛൻ പറയുന്നതിന് അപ്പുറത്തുള്ളതായ വേറെ ഒരു കാര്യവും തിരിച്ചു പറയുകയില്ല. പുരാതന കാലത്ത് അതുപോലൊരു സ്ഥാനം ജനങ്ങളിലേക്ക് വരുവാനൊരു കാരണം ഈ 4 കാരണങ്ങൾ കൊണ്ടാണ്. മികവേറിയതും പരിശീലനം. അച്ഛന്മാർ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് വലിയ കുറവാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ ഈ 90 വർഷം ജീവിച്ചു എന്ന് പറയുന്നു. പൂർണ്ണമായ ബുദ്ധിയോടുകൂടി ഇന്നും നല്ല ഓർമ്മശക്തി പ്രിയപ്പെട്ട അച്ഛൻ. എനിക്ക് അച്ഛൻ്റെ പകുതി പ്രായമാകുന്നതേ ഉള്ളൂ. ഞാൻ ടെലിഫോൺ കുത്തിയിട്ട് ഏത് നമ്പറാണെന്ന് മറന്നുപോകും. അങ്ങോട്ട് എനിക്ക് ആരെയാണ് വിളിച്ചത്, എന്നാൽ ഭാര്യയുടെ പേര് മറന്നുപോയി. 2 സെക്കൻഡ് എടുത്തിട്ട് ആരും പറയരുത്, പ്രഭകരമുണ്ടാകും. പ്രിയപ്പെട്ട അച്ഛൻ്റെ ഓർമ്മയ്ക്ക് യാതൊരു കുറവുമില്ല. ദൈവം കൊടുത്തിട്ടുള്ളതായ ആരോഗ്യം, ദൈവം കൊടുത്തിട്ടുള്ളതായ ആയുസ് ഈ ഇടവകയ്ക്ക് ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഒരു കാലത്ത് പ്രിയപ്പെട്ട കല്ലുപറമ്പലച്ഛൻ്റെ ആഗ്രഹം നടക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സഭയൊന്നായി നിന്നുകൊണ്ട് എനിക്കും ഈ പള്ളിയിൽ ഒരു കുർബാന ചെല്ലാൻ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം മലങ്കര സഭയ്ക്ക് നൽകിയ ഈ പരിശുദ്ധ ഈ വന്ധ്യ വൈദിക ശ്രേഷ്ഠനെ ഒരു മംഗളകാലം സുറിയാനിയിൽ തന്നെ പാടിയാൽ തിരുമേനി അനുവദിച്ച പാടും. തിരുമേനി അനുവദിച്ചു, ഞാൻ പാടിക്കോട്ടെ. സഭയെ നീ നിന്റെ ദൈവത്തിന് സ്തോത്രം പാടുക. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട അച്ഛനെ തന്ന ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് ഇത്തോ സ്മർശുഭോ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറിയ കഷ്ണം, ഒരു ആനന്ദം ഇവിടെ പാടുന്നു. ഇത്തോ സ്മർശുഭോ How
പള്ളം സെന്റ് ജോർജ് ഇടവകയുടെ സ്നേഹം, ആദരവുകൾ, ആശംസകൾ വന്ധ്യ അച്ഛൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അഭിവന്യ തിരുമേനിയോടും വന്ധ്യ വൈദിക ശ്രേഷ്ഠരോടും ഇടവകയോടുമുള്ളതായി നന്ദി അർപ്പിച്ചുകൊണ്ട്